വജൈനൽ ഡിസ്ചാർജ് മഞ്ഞ കളറിൽ ചൊറിച്ചിലോ ദുർഗന്ധമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈസ്റ്റ് ഇൻഫെക്ഷൻ പോലുള്ള കാരണമാകാം. മെൻസസ് കഴിയുന്ന ദിവസങ്ങളിൽ ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആണ് കാണാൻ കഴിയുക. എന്നാൽ ഇതിൽ നിന്നും അമിതമായി ബ്രൗണിഷ് ഡിസ്ചാർജ് വരിക, ലോവർ ബാക്ക് പെയിന്, മൂത്രയിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇറഗുലർ ആയിട്ടുള്ള മെൻസസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്, ഗർഭപാത്രം മുഴകളുള്ള സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ യൂട്രൈൻ ക്യാൻസർ അതുപോലുള്ള സന്ദർഭങ്ങളിൽ കാണപ്പെടാം. ക്ലിയർ ആയിട്ടുള്ള ഡിസ്ചാർജിന്റെ കൂടെ തന്നെ ബ്ലഡ് കളർന്നിട്ടുണ്ടാവും, പിങ്കിഷ് ആയിട്ടുണ്ടാവും, ബ്ലഡിന്റെ സ്ട്രെയിൻസ് കാണാം. ഇങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ ഒന്നുകിൽ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം കാരണമാക്കാം. ഗർഭിണിയായിട്ടുള്ള ഒരാളാണെങ്കിൽ ഗർഭം അലസി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് കണക്കാക്കാം. ചെറുതായിട്ടുള്ള ബ്ലീഡിങ്ങിനോടൊപ്പം തന്നെ വൈറ്റിസ് ഡിസ്ചാർജ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ പനി, അല്ലെങ്കിൽ പെൽവിക് ഏരിയകളിൽ എന്തെങ്കിലും വേദന, മൂത്രം ഒഴിക്കുന്ന സമയത്തുള്ള വേദന, ഇറിറ്റേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് പരിശോധന നടത്തി എന്താണെന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. യെല്ലോ കളർ ഡിസ്ചാർജ് അല്ലെങ്കിൽ ഗ്രീനിഷ് ഡിസ്ചാർജ്, ഇത് പൊതുവെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ STI ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖം എന്നീ അവസ്ഥകളിലാണ് ഇതുപോലുള്ള ഡിസ്ചാർജ് കാണപ്പെടുക. ഈ ഡിസ്ചാർജിനോടൊപ്പം തന്നെ യോനിയുടെ ഭാഗത്ത് ചൊറിച്ചിൽ, പുകച്ചിൽ, അതോടൊപ്പം മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന, അല്ലെങ്കിൽ എന്തെങ്കിലും ദുർഗന്ധം ഉണ്ടാവുക, പ്രത്യേകിച്ച് ഫിഷി സ്മെല്ല് അതുപോലുള്ള സന്ദർഭങ്ങളിൽ കാണപ്പെടാം.